നമ്മൾ എപ്പോഴെങ്കിലും ഈ തവക്കുലിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? തവക്കുൽ പറഞ്ഞാൽ എന്താ? എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ബരമേൽപ്പിക്കുക എന്നുള്ളതാണ്. ആ തവക്കുൽ കൊണ്ട് ലോകത്ത് കീഴടക്കിയ വലിയ ഒരു മനുഷ്യനാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെ ഈ ലോകത്തേക്ക് വിളിച്ചു പറയാൻ പോകുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ഖദീജ ഉമ്മിൻ്റെ അടുത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഖദീജ, എന്നെ ആരെങ്കിലുമൊക്കെ വിശ്വസിക്കുമോ? ഞാനീ പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ അംഗീകരിക്കുമോ മോളെ ഖദീജ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല കൈവിടില്ല, മുന്നോട്ട് പോകണം എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർവ്വതും അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോകൽ ഇന്ന് എവിടെ എത്തി എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇന്ന് ലോകത്ത് 2 ബില്യണോളം മുസ്ലിമീങ്ങളാണുള്ളത്. എന്ന് വെച്ചാൽ ലോക ജനസംഖ്യയുടെ 25% മുസ്ലിമീങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു തവക്കുൽ കൊണ്ട് ഒരാൾ സാധിപ്പിച്ചെടുത്ത അതിമഹത്തായ വിപ്ലവമാണത്. നമ്മുടെ ഏത് പരീക്ഷണ ഘട്ടത്തിലും പ്രയാസഘട്ടത്തിലൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ടത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ തവക്കുലാണ്. ആ തവക്കുലിനെ നമ്മൾ മാതൃകയാക്കിയിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചതുപോലെ അല്ലാഹു തആല തരും. എത്ര പ്രയാസത്തിലും അല്ലാഹ് എന്നെ കൈവിടില്ല എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ വലിയ വിപ്ലവത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.